Ready? Okay, ready. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ P.A. അതിന് മുന്നോടിയായി ഏറെ സന്തോഷമുള്ള കേരളത്തിന്റെ രണ്ടാം ജനകീയ സർക്കാരിന്റെ സെഞ്ചുറി ബ്രിഡ്ജ് ചെട്ടിക്കടവ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ P.A. മുഹമ്മദ് റിയാസ് അവർ, ബഹുമാനപ്പെട്ട MLA ശ്രീ P.T. റഹീം അവർ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ചാത്തമംഗലം പെരുവയൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ചെറുപുഴയ്ക്ക് കുറുകെ ചെട്ടിക്കടവിൽ 11 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ചെട്ടിക്കടവ് പാലത്തിൻ്റെയും അതേപോലെ തന്നെ 2 ഘട്ടങ്ങളിലായി 5.27 കോടി രൂപ ചെലവിൽ നവീകരിച്ച കല്ലേരി പെരിയങ്ങാട് ചെട്ടിക്കടവ് റോഡിൻ്റെയും ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു സന്തോഷ നിമിഷം എന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിർമ്മാണം പൂർത്തീകരിച്ച 100ാമത്തെ പാലം ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ 100ാമത്തെ പാലം ചെട്ടിക്കടവ് പാലം ആണ് എന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സുദൃഢമായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ അഭിമാനകരമായ നേട്ടം പൊതുമരാമത്ത് വകുപ്പിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട P.A. മുഹമ്മദ് റിയാസ്, വേദിയിൽ സന്നിധരായിരിക്കുന്ന കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അലീല രവി,
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഓളിക്കൽ ഗഫൂർ, സുബിത തൊട്ടാഞ്ചേരി, വേദിയിൽ സന്നിധരായിരിക്കുന്ന അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട കുന്നമംഗലം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് PT റഹീം, വേദിയിലുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പൊതുമരാമത്ത് വകുപ്പിനെയും LDF സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആഹ്ലാദം നിറഞ്ഞ ഈ ഒത്തുചേരലിൽ ഈ സന്തോഷ ദിനത്തിൻ്റെ പ്രത്യേകത ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി കൂടുതൽ വേഗതയിലാക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവന്നു. 2016 മുതൽ 2021 വരെ കിഫ്ബി പദ്ധതിയിലൂടെയും അല്ലാതെയും നിരവധി പുതിയ പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളുമൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത നിലയിൽ പശ്ചാത്തല വികസന മേഖലയിലെ കുതിപ്പിൻ്റെ നാളുകളെന്ന് രേഖപ്പെടുത്തിയ നിലയിൽ 5 വർഷം വന്നിരുന്നു. അവയുടെ വേഗത വർദ്ധിപ്പിക്കാൻ, പാലങ്ങളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നു. ഭരണാനുമതി കിട്ടിയ പാലങ്ങൾക്ക് സാങ്കേതിക അനുമതി കിട്ടുന്നതിൻ്റെ സമയം കുറച്ചു കൊണ്ടുവരാൻ, സാങ്കേതിക അനുമതി കിട്ടിയവയെ ടെൻഡർ സ്റ്റേജിലേക്ക് എത്തിക്കാൻ, ടെൻഡർ സ്റ്റേജ് കഴിഞ്ഞവയുടെ പ്രവൃത്തി ആരംഭിക്കാൻ, പ്രവൃത്തി ആരംഭിച്ചതിൻ്റെ തടസ്സങ്ങൾ മാറ്റാൻ ഈ പുതിയ സംവിധാനം ഏറെ ഗുണകരമായി മാറി. 5 വർഷം കൊണ്ട് 100-ൽ കുറയാത്ത പാലങ്ങൾ ഇതായിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിൽ ഫലപ്രദമായി ഈ പുതിയ സംവിധാനം ചലിച്ചതോടുകൂടി ഇന്നിപ്പോൾ ഈ സർക്കാർ വന്നിട്ട് 3 വർഷമായിട്ടില്ല. 3 വർഷമാകുന്നതിന് മുമ്പ് തന്നെ 100 പാലങ്ങൾ നാടിന് സമർപ്പിക്കാനായി സന്തോഷ ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. മറ്റൊരു പ്രത്യേകത, അത് എല്ലാ കൊല്ലവും ഉള്ള ദിവസമല്ല. ഫെബ്രുവരി 29 4 കൊല്ലത്തിൽ ഒരിക്കലാണ് വരിക. ഈ ഫെബ്രുവരി 29 ജനിക്കുന്നവർക്ക് വയസ്സ് കുറയുന്നതാണ്. കാരണം 4 കൊല്ലത്തിനിടയിൽ ഒരു വയസ്സാവുക. അപ്പൊ ഒരു ഫെബ്രുവരി 29 2024 വർഷം ചെട്ടിക്കടവ് പാലം, കല്ലേരിമത്ത പാലം വളരെ അഭിമാനത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കല്ലേരി ചെട്ടിക്കടവ് പാലം LDF സർക്കാർ മെയ് 20, 2021 അധികാരത്തിൽ വന്നതിന് ശേഷം നാടിന് സമർപ്പിക്കുന്ന 100ാമത്തെ പാലമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പാലങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് സെഞ്ചുറി അടിക്കാൻ വേണ്ടി പറ്റിയ മണ്ണ് ഈ മണ്ണാണ് എന്നുള്ളതും വേറെ സന്തോഷത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വളരെ വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കഴിഞ്ഞൊരു പ്രധാന കേക്ക് മുറിക്കലും കൂടി, കേക്ക് ഇവിടെ മാത്രമല്ല അവിടെയും കൊടുക്കും എന്നുള്ളത് അറിയിക്കുകയാണ്. പൊതുവെ നമ്മളെടുത്ത് പരിശോധിച്ച പാലങ്ങൾ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമാണ്. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പാലങ്ങൾ വിഭാഗം, KRFB, PMU, KSTP, നാഷണൽ ഹൈവേ തുടങ്ങിയ വിങ്ങുകളിലെ ഉദ്യോഗസ്ഥർ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന വലിയ പങ്കുവഹിച്ചു. കരാറുകാർ ഈ പാലത്തിന്റെ സമയബന്ധിതമായി പൂർത്തീകരിച്ച ശ്രീ ശ്രീനിവാസൻ ഉൾപ്പെടെ കേരളത്തിൽ പാലങ്ങൾ പൂർത്തീകരിച്ച കരാറുകാർ, അവരെല്ലാവരെയും ഇതിന് നേതൃത്വം കൊടുത്ത MLA ശ്രീ PT റഹീം, കേരളത്തിലെ വിവിധ MLA മാർ, ജനപ്രതിനിധികൾ എല്ലാവരെയും പ്രത്യേകം പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടി നന്ദി, അഭിവാദ്യവും ഒരുമിച്ച് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് അഹോരാത്രം പ്രയത്നിച്ച തൊഴിലാളികളെ പ്രത്യേകം ഓർക്കുകയും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലങ്ങൾ 100 എല്ലാം ആയി എന്ന് കരുതുന്നില്ല. ഇനിയുള്ള പാലങ്ങൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ 2 വർഷത്തിലധികം ഇനിയും ബാക്കിയുണ്ട്. പരമാവധി പാലങ്ങൾ ഇനിയും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ പാലത്തിലൂടെ വരുമ്പോൾ പാലങ്ങൾ ദീപാലങ്കൃതമായപ്പോൾ എന്ത് രസമാണ് കാണാൻ, ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. കേരളത്തിലെ പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഫറൂഖ് പഴയ പാലം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ദീപാലങ്കൃതമായി
അവിടെ രാത്രി ആളുകൾ വരികയാണ്, ഒത്തുകൂടുകയാണ്. അതിൻ്റെ തൊട്ടടുത്തൊരു അടച്ചുപൂട്ടിയ പാർക്ക്